സിറാജ് ലൈവിലേക്ക് സ്വാഗതം. SSFന്റെ സാഹിത്യോത്സവം 33 വർഷങ്ങൾ പിന്നിടുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു സാഹിത്യോത്സവ് അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലായി മാറുകയാണ്. സാഹിത്യത്തെക്കുറിച്ചുള്ള കനമേറിയ ചർച്ചകൾ അവിടെ നടക്കുന്നു. പുതിയ ലോകം ആവശ്യപ്പെടുന്ന വിഷയങ്ങളിലെ ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ സാഹിത്യോത്സവിൻ്റെ ഒരു രൂപം തന്നെ മാറുകയാണ്. സാഹിത്യോത്സവ് 33 വർഷം കഴിഞ്ഞ് കായംകുളത്തേക്ക് എത്തുമ്പോൾ നമ്മൾ വേദികളിൽ പ്രമുഖമായി കാണുന്നത് ഇത്തരം ചർച്ചകളാണ്. അത്തരത്തിലൊരു സാഹിത്യ ചർച്ച കഴിഞ്ഞിറങ്ങിയ മത്സരാർത്ഥികളാണ്, വിവിധ ജില്ലകളുടെ മത്സരാർത്ഥികളാണ് ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം ചേരുന്നത്. 2024 ഈ സന്തോഷ് കുമാർ രചിച്ച തപോമിയുടെ അച്ഛൻ എന്ന പുസ്തകത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ചർച്ച. തപോമിയുടെ അച്ഛൻ പറയുന്നത് അഭയാർത്ഥിത്വത്തിൻ്റെ രാഷ്ട്രീയമാണ്, അഭയാർത്ഥികളാക്കപ്പെടുന്ന മനുഷ്യരുടെ ദൈന്യതകളാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങളാണ്. ഈ വിഷയങ്ങളെയെല്ലാം വളരെ ഗൗരവത്തിൽ തന്നെ അവതരിപ്പിക്കാൻ ഈ മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞു. എന്തായാലും അവരോട് തന്നെ നമുക്ക് അഭയാർത്ഥിത്വത്തിൻ്റെ വിഷയത്തെക്കുറിച്ച്, അഭയാർത്ഥികൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് അവരെന്താണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിക്കാം. ഇപ്പം തപോമിയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതിയാണല്ലോ നിങ്ങൾ ചർച്ചയ്ക്കെടുത്തത്. അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ബംഗാളിലേക്ക് വരുന്ന ഒരാൾ, പിന്നെ അയാളുടെ ജീവിതം അയാളൊരു നിഗൂഢമായ ഡയറി കുറിപ്പുകളായി സൂക്ഷിക്കുന്നു. അത് ആ നോവൽ വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അന്തസത്ത വായനക്കാർക്ക് കിട്ടുന്ന ഒരു രീതി അല്ലേ? എന്താണ് ആ നോവലിൻ്റെ ഒരു ആശയതരം? പുതിയ കാലത്ത് നമ്മൾ ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അഭയാർത്ഥികൾ എന്ന് പറയുന്നത്. ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയൊരു പ്രശ്നമായിട്ടാണ് അവരെ കാണുന്നത്. ഈ അടുത്ത് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടു, മ്യാൻമറിലെ ഒരു ബോട്ട് 500 പേരോളം മരിച്ചു എന്നുള്ളത്. ഇത്തരത്തിൽ വേര് നഷ്ടപ്പെട്ട മനുഷ്യർ അവർ എങ്ങോട്ടാണ് പോകേണ്ടത്, ആരാണ് അവരെ സ്വീകരിക്കുക എന്ന് വലിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളിലേക്കുള്ള ഒരു ഉത്തരം കൂടിയാണ്, അല്ലെങ്കിൽ എന്താണ് ഇവർ അനുഭവിക്കുന്ന പ്രശ്നം, എങ്ങനെയാണ് നമുക്കതിന് പരിഹാരം കാണാൻ കഴിയുക എന്നൊക്കെയാണ് തപോമയുടെ അച്ഛനിലൂടെ ഈ സന്തോഷ് കുമാർ അദ്ദേഹത്തിന്റെ നോവലിൽ നമുക്ക് വരച്ചു കാട്ടുന്നത്. എൻ്റെ പേര് റിസ്വാൻ, മലപ്പുറം ഈസ്റ്റ് ജില്ല. പേര്? എൻ്റെ റിസ്വാൻ, കോഴിക്കോട് നോർത്ത്. 2 റിസ്വാനാണോ മത്സരിക്കുന്നത്? അത് ശരി. അപ്പോൾ ഈ തപോമിയുടെ അച്ഛൻ ഇതെങ്ങനെയാണ് ഈ സാഹിത്യ സംവാദത്തിലേക്ക് നമ്മൾ സബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യുന്നത്? നേരത്തെ തന്നെ നിങ്ങൾക്ക് നിഷ്കർഷിച്ച് തരുന്നുണ്ടോ പുസ്തകങ്ങൾ? അതെ, നേരത്തെ തന്നെ നമുക്ക് ഡിവിഷൻ തലത്തിലും അതിന് മുമ്പ് തലത്തിലും നമുക്ക് പുസ്തകങ്ങൾ നിർദ്ദേശിച്ചു തരും. അത് ഒരു കൂട്ടം പുസ്തകങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണോ? അല്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പുസ്തകങ്ങൾ തന്നെ ആയിട്ട് നിർദ്ദേശിച്ചു. ഗഹനമായി പഠിച്ചിട്ട് തന്നെ വരണം. അതെ, അങ്ങനെ ഗഹനമായതിനെ നോക്കി അതിന്റെ സാമൂഹികമായ വിലയിരുത്തലുകളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ അഭയാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നുണ്ടോ ഈ നോവൽ? ഇത് അദ്ദേഹം തന്നെ അതിൽ പറയുന്നുണ്ട്. അദ്ദേഹം അതിൽ രാഷ്ട്രീയമായിട്ട് അതിലും കൂടുതൽ ഇറങ്ങി സംസാരിക്കുന്നില്ല, മറിച്ച് സാമൂഹികമായ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ എങ്ങനെ ബന്ധപ്പെടുത്താം എന്നതാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യത്വത്തിൻ്റെയും കരുണയുടെയും സഹജീവി സ്നേഹത്തിലെയും അതിൽ ഊന്നിയാണ് ഇത് പ്രധാനമായും സംസാരിക്കുന്നത്. അതായത് മനുഷ്യർ അനുഭവിക്കുന്ന വേദനകളുടെ ഒരു സംഹാരമാണത്. അതിർത്തിക്കപ്പുറമുള്ള മനുഷ്യനാണെങ്കിൽ പോലും മനുഷ്യത്വം എന്ന ഒരു രീതിയിൽ എല്ലാവരെയും കാണുമ്പോൾ നമുക്ക് മനുഷ്യനായി കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനും കരുണയോടെ കാണുവാനും സാധിക്കും. അതാണ് ഇതിൽ പ്രധാനമായും ഊന്നൽ നൽകുന്നത്. ഏത് അതിർത്തിയിൽ നിന്ന് വന്ന ആളുകളാണെങ്കിലും അവരെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് അവർക്ക് നമ്മുടെ കരുതൽ നൽകണം എന്നാണ് ഇതിൽ പറയുന്നത്. നിങ്ങളുടെ പേര്? മുഹമ്മദ് ഈശാം, കോഴിക്കോട് സൗത്ത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അഭയാർത്ഥികളുടെ ഒരു പ്രശ്നങ്ങളിലേക്ക് ഈ നോവൽ എത്രത്തോളം ഇറങ്ങിച്ചെല്ലുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? അഭയാർത്ഥികൾ മറ്റൊരു രാജ്യത്ത് നിന്ന് ഒന്നുമില്ലാത്ത ഇങ്ങോട്ട് കയറി വന്ന മനുഷ്യരാണ്. അവർക്ക് വീടില്ല, ധരിക്കാൻ വസ്ത്രങ്ങളില്ല, ഭക്ഷിക്കാൻ ഭക്ഷണമില്ല. അത്തരത്തിൽ പാതി വെന്ത മനുഷ്യരായിട്ടൊക്കെയാണ് അതിൽ ഉപമിക്കുന്നത്. അത്തരത്തിൽ പാതി വെന്ത മനുഷ്യരായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഒരു കൂരയ്ക്ക് കീഴിൽ നല്ല വസ്ത്രങ്ങളില്ലാതെ, ശരീരങ്ങളിൽ ഒരുപാട് മുറിവുകളുള്ള, അത്തരത്തിൽ ജീവിക്കാൻ ഒരു വകയുമില്ലാത്ത മനുഷ്യരാണ് അവർ. പക്ഷേ അവരെയും നമ്മൾ പരിഗണിക്കുന്നില്ല, മനുഷ്യരായിട്ട് നമ്മൾ അവരെ പരിഗണിക്കുന്നില്ല, അപരിഷ്കൃതമായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. അതിനെതിരെയുള്ള ഒരു ശബ്ദമാണ്, ഒരു രാഷ്ട്രീയ ശബ്ദമാണ് തപോമിയുടെ അച്ഛൻ എന്ന പുസ്തകത്തിലൂടെ ഈ സന്തോഷ് കുമാർ പങ്കുവെക്കുന്നത്. മനുഷ്യനായി കാണുക, അതാണ് ഈ പുസ്തകം. അതായത് എല്ലാ മനുഷ്യരെയും അവരുടെ എത്രത്തോളം ദൈന്യതകൾ അനുഭവിക്കുമ്പോഴും അവരെല്ലാം മനുഷ്യരാണ് എന്ന ഒരർത്ഥത്തിലേക്ക് അവരെ കാണണമെന്നത് ചേർത്ത് പിടിക്കുക. നിറത്തിനും ജാതിക്കും മതത്തിനും അപ്പുറം എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും സ്വപ്നമുണ്ട്, പ്രതീക്ഷയുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്. എല്ലാവരെയും അതിനനുസരിച്ച് പരിഗണിക്കുക എന്നാണ് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത്. നിങ്ങളുടെ പേര്? മുഹമ്മദ് അദ്നാൻ നബി, മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഈ നോവൽ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മൾ പറഞ്ഞതുപോലെ അഭയാർത്ഥികളുടെ പ്രശ്നം, അതിനപ്പുറം മനുഷ്യൻ്റെ സങ്കീർണമായ ജീവിത പരിസരം, ഇതൊക്കെയാണല്ലോ. ലോകം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണോ ഈ അഭയാർത്ഥി പ്രശ്നങ്ങൾ?
തീർച്ചയായും കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ റോഹിംഗ്യയിലെ മുസ്ലിം അഭയാർത്ഥികൾ മുങ്ങി മരിച്ചതിൻ്റെ വാർത്ത കേൾക്കുന്നത്. തൊട്ടു മുമ്പ് തന്നെ കോക്ക് ബസാറിലെ ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഉരുൾപൊട്ടലുണ്ടായി 17 അഭയാർത്ഥികൾ മരണപ്പെടുന്നുണ്ട്. ഇങ്ങനെ സമകാലികമായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോക രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ് അഭയാർത്ഥികൾ എന്ന് പറയുന്നത്. ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ നമുക്ക് മദീനയിലെ അൻസാറുകളെ കൃത്യമായി കാണിക്കാനാകും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സഹാബത്തിന്, അവിടുത്തെ മനുഷ്യർക്ക് അവരെ ചേർത്ത് പിടിക്കുകയായിരുന്നു അൻസാറുകൾ. ആ പദത്തിൻ്റെ തന്നെയും അർത്ഥം വരുന്നവരെ സ്വീകരിക്കുന്നവർ, അണച്ചുകൂട്ടുന്നവർ എന്നാണെന്ന് വായിക്കാം. ഓക്കെ, ഇപ്പം ഇത്തരത്തിലുള്ള ഗഹനമായ വിഷയങ്ങൾ ഒരു നോവലിലൂടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് വായനക്കാരിലേക്ക് എത്രത്തോളം എത്തുമെന്നാണ് മനസ്സിലായത്. ആദ്യം പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടും. എൻ്റെ പേര് ഇയാസ്, ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ചോദിച്ചതുപോലെ ഒരു നോവലിലൂടെ ഇത്ര മനോഹരമായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. നമുക്കറിയാം, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരു മനുഷ്യരായിക്കൊണ്ട് അവർ മാറിയിരിക്കുകയാണ് അഭയാർത്ഥികൾ. ഇപ്പോൾ നമുക്കറിയാം, അടുത്തായിരുന്നു മ്യാൻമറിൽ നിന്നും പുറപ്പെട്ട ബോട്ടിൽ നിന്നും 500ഓളം വരുന്ന അഭയാർത്ഥികൾ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം നമ്മൾ എത്രത്തോളം അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വർത്തമാന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ മാധ്യമങ്ങളും മറ്റു ഇപ്പോൾ അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളൊക്കെ ഒരു സമയത്ത് അഭയാർത്ഥികളെ കുറിച്ച് വലിയ രീതിയിൽ വാർത്ത കൊടുത്തിരുന്നെങ്കിലും പുതിയ കാലത്തേക്ക് വരുമ്പോൾ അവരതിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് നൽകുന്നു എന്ന കാര്യത്തിലേക്കൊക്കെ ചർച്ച വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കും. നമുക്കറിയാം, സാഹിത്യത്തിലൂടെ അഭയാർത്ഥികൾ ഇത്തരത്തിൽ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്നവർ പറയാണ്. അത് സന്തോഷ് കുമാറിൻ്റെ ഏറ്റവും മനോഹരമായ രചനയിലൂടെ അവർക്കിങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ മനുഷ്യരോടുള്ള കരുതലാണ്. ഇത്തരത്തിലുള്ള കരുതൽ തന്നെയാണ് പുതിയ കാലത്ത് നമ്മൾ ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ പേര്? മുഅമ്മിൽ, കാസർഗോഡ്. ഈ ഇപ്പം 2025 വയലാർ അവാർഡ് ഈ കൃതിക്കാണ് ലഭിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഈ കൃതിക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരം തന്നെയാണത്. അതായത് ഈ അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ, മനുഷ്യരുടെ ദൈന്യതകൾ, ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നൊരു ചിന്ത കൂടിയല്ലേ അത് പകരുന്നത്? ഇതിൻ്റെ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ എഴുത്തുകാരൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ സന്തോഷ് കുമാറിൻ്റെ ഈ അവാർഡുകളെ പറ്റി ചോദിക്കുമ്പോൾ, അവാർഡുകൾ ലഭിക്കുന്നത് കൊണ്ട് മാത്രം ചിലപ്പോൾ നല്ല എഴുത്തുകളാവണം എന്നില്ല. എന്നാൽ നല്ല എഴുത്തുകൾക്കെല്ലാം അവാർഡുകൾ ലഭിക്കണമെന്നുമില്ല. എന്നാൽ അവാർഡുകൾ ലഭിച്ചത് ഒരു അംഗീകാരം തന്നെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു അവാർഡ് ഇതുപോലെ മനുഷ്യരുടെ രാഷ്ട്രീയം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു നോവലിന് ലഭിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതും ഏറ്റവും ഉത്തരാധുനിക ഈ കാലഘട്ടത്തിൽ അവരുടെ ഭാഷയിൽ തന്നെ നോവലിന് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ഈ നോവലിൻ്റെ ഒരു രചനാ പരിസരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പൈങ്കിളി തലത്തിലേക്ക്. അതിൽ നിന്നും മാറി മനുഷ്യരുടെ വേദനകളും മനുഷ്യൻ്റെ പ്രശ്നങ്ങളും കാണുന്ന ഒരു ശൈലിയിലേക്ക് നോവലെഴുത്തുകളെ കൊണ്ടുവരാം. അതും പക്ഷേ അപ്പോഴും ആ സാഹിത്യത്തിൻ്റെ ഒരു മനോഹാരിത നഷ്ടപ്പെടാതെ പുതിയ തലമുറക്ക് വശ്യമാവുന്ന ഭാഷയിൽ തന്നെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കാണുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ നോവലുകളുടെ ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പം നമ്മൾ പാത്തുമ്മാൻ്റെ ആട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എടുത്താൽ അതിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് അതിൻ്റെ ഭാഷ കൂടിയാണ്. ഇവിടെ സന്തോഷ് കുമാർ ഏത് ഭാഷയിലാണ് ഈ നോവലിൽ സംസാരിക്കുന്നത്? ഒരുപക്ഷെ നമുക്കത് നിഗൂഢതയുടെ ഭാഷ എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നതാണ്. ലളിതമായ, വളരെ വശ്യമായ ഭാഷയിലൂടെയാണ് അദ്ദേഹം ഈ ഒരു ആശയത്തെ മനുഷ്യന് മുന്നോട്ട് വെക്കുന്നത്. ഈ ആധുനിക കാലമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു വിശേഷമാണ് വിദ്യാർത്ഥികൾക്കിടയിലായാലും വായനക്കാർക്കിടയിലായാലും പഠനങ്ങളുടെ വായന വളരെ കുറഞ്ഞു വരുന്നു. മറ്റൊരു പക്ഷത്ത് നോവലുകളുടെ വായന കൂടുന്നു എന്നുള്ളത്. അതിനെ അദ്ദേഹം മുതലെടുക്കുന്ന, അതിനെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പഠനത്തെ നോവലായി അവതരിപ്പിക്കുന്നത് പോലെയാണ് ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഭാഷാപരമായ വശം നോക്കുമ്പോൾ വളരെ വശ്യമായ ഭാഷയാണ്. അതിൻ്റെ പ്രമേയത്തെ പോലും അതിൻ്റെ ഓരോ വാക്കുകളിലൂടെയും അദ്ദേഹം, നിഗൂഢത എന്ന പ്രമേയം, അഭയാർത്ഥി എന്ന പ്രമേയം, ഓരോ വാക്കുകളിലൂടെയും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഭാഷ കൊണ്ട് വളരെ കമനീയമായ ഒരു സാഹിത്യ സൃഷ്ടി കൂടിയാണ് ഈ ഒരു തപോമേടച്ചൻ എന്നത്. ഇപ്പം നമ്മൾ പുതിയ കാലത്ത് വായനയുടെ പ്രസക്തി കുറഞ്ഞു വരികയാണെന്ന് പൊതുവിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? അല്ല, വായനയുടെ പ്രസക്തി കുറയല്ല, അത് പല തരത്തിലേക്ക് വായനകൾ എത്തി എന്നുള്ളതാണ്. ആദ്യകാലത്ത് പുസ്തകങ്ങളിലൂടെ മാത്രം വായിക്കുന്നത് ഇന്ന് ഡിജിറ്റൽ ലോകത്തിലൂടെ വായന ഒന്ന് വർദ്ധിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. വ്യത്യസ്ത തരത്തിലേക്ക് ആളുകളുടെ മനോഭാവങ്ങൾക്കനുസരിച്ച്, രീതികൾക്കനുസരിച്ച് വായന വിശാലമാവുകയാണ്. അല്ലാതെ വായന ഒരിക്കലും ഒരു മരിച്ചു പോകുന്നു അല്ലെങ്കിൽ വായന ഇല്ലാതാവുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പഴയ കാലത്തെ തലമുറയൊക്കെ കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് വായിക്കാറുണ്ട്. നിങ്ങളുടെ ഒരു അനുഭവം എങ്ങനെയാണ് പുസ്തകങ്ങളുടെ വായനയുടെ ഒക്കെ കാര്യത്തിൽ? പുസ്തകങ്ങളുടെ വായന പണ്ട് കാലങ്ങളിൽ UP സ്കൂൾ, ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ നല്ല രീതിക്ക് വായന ഉണ്ടായിരുന്നു. പിന്നെ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷം
മൊബൈലാണ് എല്ലാ ദുരന്തങ്ങളുടെയും കാരണം. അല്ല, നമുക്ക് കിട്ടേണ്ട അറിവുകളൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു സെലക്റ്റീവ് ഇതിലേക്ക് പോയി തോന്നുന്നു അല്ലേ? നമുക്ക് ആവശ്യമുള്ളത് മാത്രം വായിക്കുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ശരിയാണ്. ഇപ്പോൾ പുതിയ കാലത്ത് ഇപ്പോൾ ഓർമ്മിച്ചൊരു കാര്യമാണ് ഡിജിറ്റൽ വായനകൾ. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ എത്രത്തോളം വായിക്കുന്നുണ്ട് എന്നുള്ളതൊരു ചർച്ചയാണ്. കാരണം ഡിജിറ്റൽ മീഡിയകളുടെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അതിപ്രസരണം വലിയ രീതിയിൽ നമ്മുടെ കുട്ടികളെ ബാധിച്ചിട്ടുണ്ട്. പുതിയ സമയത്ത് ഈ കോവിഡിന് ശേഷം കോവിഡാനന്തരമുള്ള നമ്മുടെ കുട്ടികളുടെ ചിന്താഗതി ഒറ്റപ്പെട്ടു പോകുന്നു. ഇപ്പോൾ നമ്മുടെ സാഹിത്യോത്സവത്തിൽ തന്നെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, ഒറ്റപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അനിൽ ചേലേമ്പ്രയൊക്കെ അനിൽ ചേലേമ്പ്ര സാർക്ക് ഇരുന്നുകൊണ്ട് ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലേക്കൊക്കെ പുതിയ തലമുറ ഒരു ഒറ്റപ്പെട്ടു പോകലിലേക്ക് മാറുന്നു. ഈ ഒറ്റപ്പെടലിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ വായന. കാരണം വായിക്കുമ്പോൾ പാത്തുമ്മയുടെ ആട് വായിക്കുമ്പോൾ നമ്മോടൊപ്പം വരുന്നത് പാത്തുമ്മയുടെ ആട് വരുന്നുണ്ട്, പാത്തുമ്മ വരുന്നുണ്ട്, അവിടെ ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ട്, മനസ്സിൽ നമ്മോട് സംസാരിക്കണം. അപ്പം അത്തരത്തിലൊക്കെ ഒരു വായനയ്ക്ക് മനുഷ്യനെ സ്വാംശീകരിക്കാൻ സാധിക്കുന്നുണ്ട്. പുതിയ കാലത്ത് വരുമ്പോൾ പുതിയ കാലത്തെ കുട്ടികൾ എത്രത്തോളം വായിക്കും. പുതിയ കാലത്ത് ഒരുപാട് സാധ്യതകളുണ്ട്, ഓൺലൈൻ മീഡിയകളൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ അതിനെത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതൊരു ചർച്ചയാണ്. ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ ടൈമാണ് ഏറ്റവും കൂടുതലല്ലേ? ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്ക്രീൻ ടൈമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾ ഉണ്ടാകും. അതിനെ പിന്നെ മറികടക്കാൻ ഈ കുട്ടികൾക്ക് വായിക്കാൻ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളോ അങ്ങനെയൊക്കെ സജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടോ? അൽഗോരിതങ്ങളിൻ്റെ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് ധാരാളം പുസ്തകങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ വ്യക്തിഗതമായി സജസ്റ്റൻ ചെയ്യുന്നതിലപ്പുറം കൂടുതൽ വായിക്കുമ്പോൾ തന്നെ പുസ്തകങ്ങളെ തരംതിരിക്കലുകൾ കാണാൻ സാധിക്കും. മാത്രമല്ല വായനയുടെ സമയത്ത് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെലക്റ്റീവ് വായനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചില സമയത്ത് സെലക്റ്റീവ് വായന ആവശ്യമായി വരും. കാരണം പ്രത്യേകിച്ച് ഈ പുസ്തകങ്ങൾ വിറ്റ് പോയി കിട്ടുക, അത് ട്രെൻഡായി മാറുക എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് ചില എഴുത്തുകാർ എഴുതുന്നുണ്ട്. അപ്പോൾ ആ എഴുത്തുകളെ നമുക്ക് അവോയ്ഡ് ചെയ്ത് മനുഷ്യർക്ക് വേണ്ടി എഴുതുന്ന എഴുത്തുകളെ പ്രോത്സാഹിപ്പിക്കാനും അവകൾ വായിക്കാനും സാധിക്കണം. അതിന് ഒരു പരന്ന വായന ആവശ്യമാണ്. പക്ഷേ വായനകൾ ഒരിക്കലും മരിച്ചിട്ടില്ല, വായനകൾ നിലനിൽക്കുന്നുണ്ട്. ആ സത്യം മനസ്സിലാക്കി നമ്മളും ആ വായനക്കാരിൽ ഉൾപ്പെടുക, ആവശ്യമുള്ളത് വായിക്കുകയും അനാവശ്യ വായനയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതിന് ഒഴിവാക്കുകയും ആ ആശയങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അപ്പം ആളുകളുടെ എഴുത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം അവാർഡുകൾ ലക്ഷ്യമിട്ട് എഴുതുന്നു, ആ ഒരു രീതിയിലാണോ എഴുത്തുകൾ പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് രചനകൾ ഈ അടുത്ത് ഇറങ്ങിയ അല്ലെങ്കിൽ യുവ സാഹിത്യ പുരസ്കാരത്തിന് പോലും അർഹമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഞാനിവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് നോവൽ ഗ്രന്ഥങ്ങളായാലും അങ്ങനെ ഒരുപാട് സൃഷ്ടികൾ ഒരു പക്ഷേ മനുഷ്യനെ വായനയിലേക്ക് എത്തിക്കുക എന്നതിനപ്പുറം അവാർഡിനെ കേന്ദ്രീകരിക്കുന്ന ഒരു പൈങ്കിളി രാഷ്ട്രീയത്തിനെയും അതുപോലെ തന്നെ ലൈംഗിക ചുവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് രചനകൾ വർദ്ധിക്കുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. മാത്രമല്ല അതിനുവേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ഒരുപാട് ആളുകളുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നത്രത്തോളം ദുരന്ത അവസ്ഥയാണ് നിലവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് സാഹിത്യ മേഖലയിലെ ഗൗരവമേറിയ ചർച്ചകൾക്ക് തന്നെയാണ് സാഹിത്യോത്സവ് ഇടം നൽകുന്നത്. അപ്പോൾ ഈ സാഹിത്യ സംവാദം ഈ രൂപത്തിൽ നമ്മുടെ മത്സരാർത്ഥികളെല്ലാം പ്രഗത്ഭരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പുതിയ കാലത്ത് വായനയുടെ കാര്യത്തിൽ നമ്മളൊക്കെ പിറകോട്ട് പോകുന്നുണ്ട്. പുതിയ തലമുറ വായിക്കണം, വായിക്കേണ്ടത് വായിക്കുകയും വായിക്കേണ്ടാത്തത് വായിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. വായിക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ വേദി ഒന്നിൽ നിന്ന് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.